ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എന്താണ് ആ വാചകം? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. ഒരാൾ വെറുതെ മുസ്ലിമാകുന്നതല്ല, ഒരാൾ ഇസ്ലാമിയത്ത് സ്വീകരിക്കുന്നത് ഏതെങ്കിലും അടയാളങ്ങൾ പേറുമ്പോൾ മാത്രമല്ല, നേരെ മറിച്ച് അവന്റെ തല ഉപയോഗിക്കുന്നു, അവന്റെ ചിന്ത ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണ് അവൻ ഉപയോഗിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാപ്പകലുകളുടെ മാറ്റത്തിലും, ലആയാതിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ആലോചിക്കുന്നവൻ ഒരുപാട് പാഠങ്ങളുണ്ട്, ചിന്തിക്കുന്നവൻ ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അതിനോട് ചേർത്തുകൊണ്ട് പറയുന്നത് ആരാണ് അൽ ഉലുൽ അൽബാബ്? ആരാണ് ചിന്തിക്കുന്നവൻ? ആരാണ് തല ഉപയോഗിക്കുന്നവൻ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി. തീർച്ചയായും ബുദ്ധിയുള്ളവൻ ആരെന്ന ചോദ്യത്തിന് അല്ലാഹു നൽകുന്ന ഉത്തരം നിന്നും ഇരുന്നും പാർശ്വങ്ങളിൽ ചാഞ്ഞുകിടന്നും അവർ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാണ്, അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ഒരു ആലോചന നടന്നാൽ പിന്നെ നിരന്തരമായ പ്രാർത്ഥന അവരിലൂടെ പുറത്തേക്ക് വരുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ പ്രാർത്ഥനകൾ പുറത്തേക്ക് ഒഴുകുകയാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ കാണുന്ന ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ കോടാനകോടി വ്യവസ്ഥകളൊന്നും തന്നെ നീ വെറുതെ പടച്ചതല്ല, ഇതൊന്നും നിരർത്ഥകങ്ങളല്ല. അതുകൊണ്ട് സുബ്ഹാനക്, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഏത് സമയത്തും വേണ്ട പ്രാർത്ഥനയാണ്. നമ്മൾ ഈ ദുനിയാവിൽ കണ്ട തീ, നമ്മുടെ വീടിന് പിടിക്കുന്ന തീ, ആ തീയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരല്ല, അതിനേക്കാൾ വലിയ ഒരു തീയെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പണിയെടുക്കുന്നവരുമാണ്. ആ ബോധം അവന്റെ കൽബിലുള്ളത് കൊണ്ട് തന്നെയാണ് പ്രാർത്ഥന ഒഴുകുന്നത്. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാര ഫഖദ് അഖ്സൈത വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഇതൊക്കെ ആലോചിച്ചാല് നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളൊന്നും വലിയ ദുരന്തങ്ങളല്ല, അല്ലാതായി മാറും, അല്ലാതായി മാറണം. ഒരു വിശ്വാസി അങ്ങനെയാണ്, അള്ളാഹു അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവൻ ആലോചിക്കുന്നത്, അവൻ ചിന്തിക്കുന്നത്, നാളെ പോയി നരകത്തിന്റെ വറകായി മാറേണ്ടി വരുന്ന ആ ഒരു ദിനം എനിക്കുണ്ടായാൽ, എന്റെ കുടുംബത്തിനുണ്ടായാൽ അതിലും വലിയ നിന്ദയില്ലല്ലോ റബ്ബേ എന്നാണ്. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലുന്നാർ ഫഖദ് അഖ്സൈത്. അല്ലാഹുവേ, നീ ആരെയെങ്കിലും നീ ആരെയെങ്കിലും നരകത്തിലിട്ടാൽ ഫഖദ് അഖ്സൈത്, അവൻ നിന്ദനായി പോയല്ലോ. അല്ലാഹ് വമാ ലിൽസാലിമീന മിൻ അൻസാർ, വമാ ലിൽസാലിമീന മിൻ അൻസാർ. അക്രമികളായ ആളുകൾക്ക് ഒരു സഹായവുമില്ലല്ലോ അല്ലാഹ്. പിന്നവൻ പറയുന്ന വാക്കെന്താണ്? പിന്നവന്റെ പ്രഖ്യാപനം എന്താണ്? അഭിമാനമാണവന്, അവന്റെ ആദർശം അഭിമാനമാണ്, അവന്റെ മതം അഭിമാനമാണ്, അവൻ സ്വീകരിച്ച വിശ്വാസം അവൻ അഭിമാനമാണ്, അവന്റെ റബ്ബ് അവൻ അഭിമാനമാണ്, അവൻ കൊണ്ടു നടക്കുന്ന ഈ പ്രത്യയശാസ്ത്രം അവൻ അഭിമാനമാണ്. രാജാതിരാജന്റെ അടുക്കൽ സ്വീകാര്യമായ ആദർശം ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സ്വേച്ഛാധിപതികളും ഒത്തൊരുമിച്ച് വന്നാലും ആ സ്വേച്ഛാധിപതികളുടെ മുന്നിൽ തലകുനിക്കാതെ മുട്ടുമടക്കാതെ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം റബ്ബന, അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ സമിഅനാ മുനാദിയ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബികും ഫആമന്നാ. ഞങ്ങളൊരു വിളി കേട്ടു. അതൊരു വെറും വിളിയായിരുന്നില്ല, നേരെ മറിച്ച് ഞങ്ങളെ വിളിച്ചത് റബ്ബിലേക്കാണ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാണ് ഞങ്ങൾ കേട്ടത്. ആ വിളി കേട്ടപ്പോൾ വിളിക്കുന്ന ആളെ നോക്കി അയാൾ ഉച്ചരിക്കുന്ന വാചകങ്ങൾ കേട്ട് ആ റസൂലിന്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന ആ വചനാമൃതങ്ങൾ നെഞ്ചിലേറ്റി ഞങ്ങളും പറഞ്ഞു ആമന്ന, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, നാഥാ ഞങ്ങളുടെ
പാപങ്ങൾ പുറത്തു തരണേ. വകഫിർ അന്നാ സയ്യിആതിന, ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങളുടെ അരുതായ്മകൾ നീ മാച്ചു തരണേ. അല്ലാഹുവേ, പുണ്യാത്മാക്കളായി ഞങ്ങളെ നീ മരിപ്പിക്കണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല നാഥ, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വിശ്വാസത്തിന്റെ പേരിൽ, ഈമാനിന്റെ പേരിൽ ഉറച്ചു നിന്നാൽ, തൗഹീദിലും സുന്നത്തിലും ഉറച്ചു നിന്നാൽ നീ തരുമെന്ന് പറഞ്ഞ നിന്റെ ആ സ്വർഗമെന്ന വാഗ്ദാനം അല്ലാഹുവേ, അത് ഞങ്ങൾക്ക് നീ തരണം. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റസൂലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലാഹുവേ, നിന്റെ പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നുകൊണ്ട് വാഗ്ദാനം ചെയ്ത ആ പ്രതിഫലത്തിന് അർഹരായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. നീ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കാത്തവനാണെന്നറിയാം. ഈ പ്രാർത്ഥനകൾ വിശ്വാസികളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഖുർആൻ പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാഹ് പറയാണ്, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദിഉ അമല ആമിലിൻ മിൻകും. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ വിശ്വാസിയായതിന്റെ പേരിൽ കത്തിച്ചാമ്പലായ മനുഷ്യരോടല്ല പറയുകയാണ്, ഈമാൻ സ്വീകരിച്ചതിന്റെ പേരിൽ തെരുവുകളിൽ കിടന്ന് തല്ലുകൊള്ളുന്നവരോട് അല്ല പറയുകയാണ്, ഈ തൗഹീദിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ അടിച്ചമർത്തപ്പെടുകയും ഭീഷണിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തോടല്ല പറയുകയാണ്, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ. നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, ആ അമലുകൾ അല്ലാഹു ഒരിക്കലും പാഴാക്കി കളയില്ല കേട്ടോ. നിങ്ങളുടെ അധ്വാനമുണ്ടല്ലോ, ആ അധ്വാനം അല്ലാഹു പാഴാക്കുകയില്ല കേട്ടോ. ആണ് ചെയ്താലും പാഴാക്കില്ല, പെണ്ണ് ചെയ്താലും പാഴാക്കില്ല. ബഅദുക്കും മിൻ ബഅദ്, കാരണം നിങ്ങൾ ഒരേ വർഗമാണല്ലോ, ഒരേ വിഭാഗമാണല്ലോ, ഒരേ വിശ്വാസമുള്ളവരാണല്ലോ. എന്തേ അങ്ങനെ പറയാൻ കാരണം? എന്തേ അങ്ങനെ പറയാൻ കാരണം? മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളും നിങ്ങളുടെ കൂടെ ഹിജ്റ വന്നവരാണല്ലോ, ഞങ്ങളും നിങ്ങളോടൊപ്പം വിശ്വാസം സ്വീകരിച്ചവരാണല്ലോ, ഞങ്ങളും അടിയും ചവിട്ടുമേറ്റവരാണല്ലോ. എന്നിട്ട് പ്രതിഫലം പറയുമ്പോ എന്തേ പെണ്ണുങ്ങൾ പറയാത്തത്? മുഹാജിറത്തുകളെ കുറിച്ച് പറയാത്തത്, മുഹാജിറുകളെ കുറിച്ച് പറയുന്നത്? അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, പ്രത്യേകം പെണ്ണുങ്ങൾ എടുത്തു പറയേണ്ടതില്ല കേട്ടോ, പ്രത്യേകം പെണ്ണുങ്ങൾ എടുത്തു പറയേണ്ടതില്ല കേട്ടോ. ബഅദുക്കും മിൻ ബഅദ്, ബഅദുക്കും മിൻ ബഅദ്, നിങ്ങളെല്ലാം ഒരേ വിശ്വാസമുള്ള, ഒരേ ദീനുള്ള, ഒരേ ആദർശമുള്ള, ഒരേ വിശ്വാസ തറവാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ. ഇത് പറഞ്ഞിട്ടല്ല പറയുന്നു, ഫല്ലദീന ഹാജറു, ദീനിന്റെ പേരിൽ ഹിജ്റ പോകേണ്ടി വന്നവര്, ദീനിന്റെ പേരിൽ നാടുവിടേണ്ടി വന്നവര്, അതുവരെ കഴിഞ്ഞ ആ പ്രദേശങ്ങളിൽ നിന്ന് ചാപ്രാ വണ്ടികളിൽ കയറി നാടുവിടേണ്ടി വന്നവരെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടുവെങ്കിൽ ഒരിക്കലും ഇത് പുതിയ കാഴ്ചയല്ല, നേരെ മറിച്ച് ഇന്നലകളിൽ ഒരുപാട് തവണ കണ്ടതാണ്. അതുകൊണ്ടല്ല പറയുന്നു, ഫല്ലദീന ഹാജറു, ഹിജ്റ പോയ ആളുകൾ, വൗഖ്രിജൂ മിൻ ദിയാരിഹിം, വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് തള്ളിപ്പുറത്തേക്കിട്ട ആളുകള്, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകള്. അള്ളാഹുവിന്റെ കലാം അത് നിത്യനൂതനത്വമുള്ളതാണ്, കാലാവധിതമാണ്, ലോകത്ത് ഏതു കാലഘട്ടത്തിലും ഓതിക്കൊടുക്കാൻ കഴിയുന്നതാണ്. അതെ അല്ലാഹ് പറയുന്നു, വഖ്റുജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടോ അല്ലാതെയോ ചവിട്ടി പുറത്തേക്കിട്ട ആളുകളുണ്ടല്ലോ, വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ. വഊദൂ ഫീ സബീലി, എന്റെ മാർഗത്തിൽ അടിയേറ്റവരുണ്ടല്ലോ. മാനസിക രോഗി എന്ന പരിഗണന പോലും നൽകാതെ വീടിന്റെ അകത്തളങ്ങളിൽ പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന് അക്രമികളെ നേരിട്ട ആളുകളുണ്ടായിരുന്നു. മുഖത്തേക്ക് അവർ വെട്ടേറ്റു വാങ്ങുകയാണ്, മുതുകത്തവർ വെട്ടേറ്റു വാങ്ങുകയാണ്, നെഞ്ചകത്തേക്ക് അവർ വെടിയുണ്ട ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. എന്റെ മാർഗത്തിൽ അതെ പീഡനങ്ങളും നൊമ്പരങ്ങളും അനുഭവിക്കേണ്ടി വന്ന ആളുകള് മാത്രമല്ല, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പുറത്തേക്കിറങ്ങി അക്രമികളെ നേരിട്ടപ്പോ ചിലപ്പോ ചില ആളുകൾ മരിച്ചിട്ടുണ്ടാകും. ആ അക്രമികളെ നേരിടാൻ
അവകാശമുണ്ട്. എൻ്റെ വീട്ടിൽ, എൻ്റെ പറമ്പിൽ ഒരുത്തൻ കയറി വന്ന് എൻ്റെ മക്കളെ ആക്രമിച്ചാൽ, എന്നെ ആക്രമിച്ചാൽ അവനെ പ്രതിരോധിക്കാൻ പോലീസിനെ കാത്തു നിൽക്കേണ്ടതില്ല, പട്ടാളത്തെ കാത്തു നിൽക്കേണ്ടതില്ല, അങ്ങനെ ആരും മനസ്സിലാക്കേണ്ടതില്ല. സ്വരക്ഷ എന്നുള്ളത് മതം ഒരു മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തതാണ്. അതാണ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അമ്പെയ്ത്ത് പഠിപ്പിച്ചു കൊടുക്കണം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നീന്തൽ പഠിപ്പിച്ചു കൊടുക്കണം. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ? സ്വയരക്ഷ. നിന്റെ വീട്ടിൽ കയറി വന്ന് അന്യായമായി ഒരുത്തൻ നിന്റെ മക്കളെ ആക്രമിച്ചാൽ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി നിനക്കുണ്ട്. അത് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ നിയമം നിനക്ക് നൽകുന്നുണ്ട്. അള്ളാന്റെ മതവും നിനക്ക് നൽകുന്നുണ്ട്, പടച്ചവന്റെ മതവും നിനക്ക് നൽകുന്നു.